എങ്ങനെയാണ് ഈ സെപ്റ്റംബർ 13 ഈ ഏജൻസി തന്നെ ഈ അങ്ങി പറഞ്ഞ കാര്യങ്ങളെ പറ്റി പത്രക്കുറിപ്പ് അവിടുത്തെ മാധ്യമങ്ങൾക്ക് നൽകുന്നത് എങ്ങനെയാണ്? അപ്പൊ അവരെങ്ങനെയാണ് ആ ഒരു പത്രക്കുറിപ്പ് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടി സർക്കാരിന്റെ നടപടികൾ വിശദീകരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് സെപ്റ്റംബർ 13 തന്നെ അവിടെ മാധ്യമങ്ങൾക്ക് ഈ കേസ് എന്ന് പറഞ്ഞ ഏജൻസി നൽകിയിട്ടുണ്ട്. അതപ്പോ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ? ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻറ് ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരാണ് അത് തരപ്പെടുത്തിയത്. അപ്പോൾ ഈ ഖലീസ് ടൈംസിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് ഏതെങ്കിലും ഏജൻസി വഴിയായിരുന്നു? ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട്. പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട്. അത് ഗൾഫിലുള്ള പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങള് എല്ലാവരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഏത്? അതെ, അതിനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരമെന്നല്ല, ഒരു PR ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ട് ഒരു PR ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല. അഭിമുഖം നടത്തുമ്പോൾ മൂന്നാമതൊരാൾ CM-ന്റെ റൂമിലേക്ക് കടന്നു വന്നു പറയുന്നു. അത് സാധ്യമാണ്? ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഒരു മാധ്യമം സംസാരിക്കുമ്പോൾ പുറത്തു ഒരാൾ എങ്ങനെയാണ് അകത്ത് കടക്കാൻ കഴിയുക? CM അനുവദിക്കാറുണ്ടോ? ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ, 1, 2, 3 ആളുകൾ ഉണ്ടാകുന്നത് വളരെ അസാധാരണമായൊരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത്രയും അവിടെ നടന്നിട്ടുള്ളൂ. ദേവകുമാറിന്റെ മകൻ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിഭാഗത്തിന്റെ റിലയൻസിന്റെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വ്യക്തിപരമായി അറിയുന്ന ആളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളും ഒരു കേസ് എന്ന് പറഞ്ഞ ഒരു PR സ്ഥാപനത്തിന്റെ ഹെഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്ന ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിന്റെ വിശദീകരണം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുക. എനിക്കറിയാവുന്ന കാര്യം, ഈ ഹിന്ദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട്. നിങ്ങളൊരു സമയം കൊടുക്കൂ എന്നുള്ളത് ഈ പറയുന്ന ദേവകുമാറിൻ്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അങ്ങനെയാണ്
അവർ വരുന്നത്. അതാണ് ഉണ്ടായത്.